ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരാണ്. ഞങ്ങളുടെ ഓഫീസിൽ കണ്ണൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്ന പ്രശാന്ത് പറഞ്ഞു കേട്ടാണ് ഞങ്ങൾ ബിയോണ്ട് വെക്കേഷനെ കുറിച്ച് അറിയുന്നതും അതുവഴിയുള്ള ടൂർ പാക്കേജുകളെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ പ്രശാന്ത് പറഞ്ഞു കേട്ട് ഞങ്ങൾ ഹൈദരാബാദ് ടൂർ പാക്കേജ് ബുക്ക് ചെയ്തു. അങ്ങനെ മെയ് 20 തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ യാത്ര തുടങ്ങി. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ യാത്ര തുടങ്ങി. പിറ്റേ ദിവസം ട്രെയിൻ ലേറ്റ് ആയത് കാരണം പിറ്റേ ദിവസം 21 തീയതി നമ്മൾ 4 മണി കഴിഞ്ഞു ഇവിടെ സിക്കന്ദരാബാദ് എത്തുമ്പോൾ. എന്നിട്ട് ഞങ്ങള് വേഗം ഈ ബിയോണ്ട് വെക്കേഷൻസിന്റെ അവര് അറേഞ്ച് ചെയ്ത വണ്ടിയിൽ കയറി നമ്മളെ റൂമിലെത്തി. പെട്ടെന്ന് കുളിച്ച് റെഡിയായി, പെട്ടെന്ന് ഫ്രഷായി, പെട്ടെന്ന് തന്നെ ഞങ്ങൾ വേഗം റെഡിയായിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. ഏതൊക്കെ ലുംബിനി പാർക്ക്, പിന്നെ ഏതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, ലേസർ ഷോ എല്ലാം കണ്ടു. ആ പാക്കേജിൽ അന്നത്തെ ദിവസം എന്താണ് ഉൾപ്പെടുത്തിയിരുന്നത് അതൊക്കെ കണ്ട് തിരിച്ച് റൂമിലെത്തി. 9 മണി എങ്ങനെയാ റൂമിലെത്തി. നല്ല ഫുഡായിരുന്നു അവിടെ റൂമിൽ. ആ ഹോട്ടൽ നല്ല റൂമാണ്, നല്ല വൃത്തിയും നല്ല റൂം, അതുപോലെ ഫുഡും നല്ല ഫുഡാണ്. മോശം എന്ന് പറയാൻ ഒരു മോശക്കരയില്ല, നല്ല ഫുഡ്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവർ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് രാവിലെ റെഡിയായി നമ്മളെ അടുത്ത ലൊക്കേഷനിലെത്തി. രാവിലെ എവിടേക്കായിരുന്നു പോയത് അന്ന്? ഇന്നലെ പോയത് ആദ്യം പോയി മ്യൂസിയം പോയി, സലാർജി മ്യൂസിയം പോയി. പിന്നെ നമ്മളെ നമ്മൾ പണ്ടേ കേട്ടിരുന്ന ചാർമിനാർ, അതൊരു അനുഭവം തന്നെയാണ് ചാർമിനാർ കണ്ടത്. സ്നോ വേൾഡ്, അയ്യോ, ഞങ്ങൾ പറഞ്ഞു കേട്ട് മാത്രം അറിഞ്ഞ സംഭവം ഞങ്ങൾ അനുഭവിച്ചു. നല്ല രസമായിരുന്നു. അതുമെല്ലാം നമ്മൾ പറഞ്ഞ കൃത്യമായി അവിടെ എത്തിയിട്ട് നമുക്ക് അതെല്ലാം അനുഭവിക്കാൻ കഴിഞ്ഞു. ആ പാക്കേജ് ഹൈദരാബാദ് ബിരിയാണി അത് പറയാനില്ല, നല്ല ബിരിയാണി. ഞങ്ങൾക്ക് ഫുഡ് ഞങ്ങളെ വയറിന് പോലും മോശം ഉണ്ടായില്ല. സാധാരണ ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങൾ എന്തായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇവിടെ വന്ന് ഹൈദരാബാദ് ബിരിയാണി വയറിന് ഒരു പ്രശ്നമില്ല, നല്ല ബിരിയാണി കഴിച്ചു. അതേപോലെ പിന്നെ പിറ്റേ ദിവസം അതുപോലെ തന്നെ പിറ്റേ ദിവസം അവർ പറഞ്ഞതനുസരിച്ച് പെട്ടെന്ന് തന്നെ റെഡിയായി രാവിലെ 8 മണിക്ക് തന്നെ വണ്ടിയിൽ കയറി രാമോജി ഫിലിം സിറ്റിയിലെത്തി. ആ വെൽക്കം ഡാൻസ് മുതൽ തുടക്കം മുതൽ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. എല്ലാ റൈഡുകളിലും എല്ലാ ഇതിലും കയറാൻ പറ്റി, എല്ലാത്തിലും കയറാൻ പറ്റി. ബിയോണ്ട് വെക്കേഷൻസ് ടൈം മാനേജ്മെന്റ് കാരണമാണ് ഞങ്ങൾക്കിത് കാണാൻ പറ്റി, എല്ലാം കാണാൻ പറ്റും. സനൽ എടുത്തു പറയാനുള്ള സനലിന്റെ ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് എല്ലാം ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകാൻ പറ്റിയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റിയത്. ഇതിലുണ്ടായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുഭവിച്ചു. എല്ലാ റൈഡുകളിലും കയറി നന്നായി എൻജോയ് ചെയ്തു. അതന്നെ ഇതുപോലെ ഞങ്ങളെ അറിയുന്ന ആൾക്കാർക്ക് ഈ യാത്ര പോകണമെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നത് നല്ലതാണ്. നല്ലൊരു ടൂർ പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഓൾ ദി ബെസ്റ്റ്.